ജയിലിൽ കിടക്കുന്ന അനുവിനെ അക്ബറും റനാ ഫാത്തിമയും അതുപോലെ തന്നെ അപ്പാനി ശരത്തൊക്കെ കൂടെ സംഘമായി ചേർന്ന് പ്രൊവോക്ക് ചെയ്യുന്നത് നമ്മൾ ഇന്നലെ തന്നെ കണ്ടതാണ്. കളിയാക്കലുകളും പ്രൊവോക്ക് ചെയ്യലും അതുപോലെ തന്നെ എതിരാളിയെ മാനസികമായി താഴ്ത്തുക എന്നതൊക്കെ ഈ ഗെയിമിന്റെ ഭാഗമാണ്. പക്ഷേ കുറച്ചാളുകൾ ചേർന്ന് ഒരാളെ മാത്രമായി ടാർഗറ്റ് ചെയ്ത് ഇങ്ങനെ ഉപദ്രവിക്കുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. മാനസികമായി തകർക്കാൻ നോക്കുമ്പോഴും കുറ്റപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴും അനുമോൾ അതിലൊന്നും വീഴുന്നില്ല. ഒരക്ഷരം പോലും തിരിച്ചു മറുപടിയും നൽകുന്നില്ല. എല്ലാം ക്ഷമിച്ച് കണ്ടും കേട്ടും നിൽക്കുന്ന അനുവിനെയാണ് നമ്മൾ കണ്ടത്. എന്നാൽ അവിടെ എല്ലാവരും ശ്രദ്ധിച്ചത് നമ്മുടെ അനീഷിനെയാണ്. അനുമോൾക്ക് താങ്ങും തണലുമായി നമ്മുടെ അനീഷ് അനുവിന്റെ കൂടെ തന്നെയുണ്ട്. അതെല്ലാവരും ശ്രദ്ധിച്ചു കാണും. പെട്ടെന്ന് കരയുന്ന ഒരു സ്വഭാവക്കാരിയാണ് അനുമോള്. എന്നാൽ അനുവിനെ കരയാതെ പിടിച്ചു നിർത്തിയത് നമ്മുടെ അനീഷ് തന്നെയാണ്. അതായത് ബിഗ് ബോസ് വീടിനകത്ത് മത്സരം കളിക്കുമ്പോഴുള്ള ഒരു അനീഷ് അല്ല പിന്നീട് അങ്ങോട്ട് ജയിൽ കിടക്കുമ്പോൾ നമ്മൾ കണ്ടത്. ബിഗ് ബോസ് വീടിനകത്ത് മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിലോ അതുപോലെ തന്നെ വഴക്കിലോ ഒന്നും തന്നെ അനീഷ് ഇടപഴകാറില്ലായിരുന്നു. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ജയിലിനകത്ത് വെച്ച് അനുവിനെ എല്ലാവരും പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോഴും അനീഷ് അനുവിന്റെ കൂടെ തന്നെ നിന്ന് മാനസികമായിട്ട് ഒരുപാട് സപ്പോർട്ട് നൽകുന്നുണ്ട്. ആ സപ്പോർട്ടിന്റെ ഒറ്റ അടിസ്ഥാനത്തിലാണ് അനു അങ്ങനെ കരയാതെ പിടിച്ചു നിന്നത്. സാധാരണഗതിയിൽ അനീഷ് അങ്ങനെ പെരുമാറുന്ന ഒരു വ്യക്തിയല്ല എന്നുണ്ടായിട്ട് പോലും അനീഷ് ഇപ്പോൾ അനുവിനെ സപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. അത് നല്ലൊരു പ്രവണതയായി തന്നെ നമുക്ക് കാണാം. ചിലപ്പോൾ അനീഷിന്റെ ഗെയിം സ്ട്രാറ്റജി തന്നെ മാറ്റിയിട്ടുണ്ടാകും. എന്തായാലും അനീഷിന്റെയും അനുവിന്റെയും കോംബോ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ വിഷയത്തിൽ അനീഷ് അനുവിനെ സപ്പോർട്ട് ചെയ്തത് നന്നായോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്.